അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഭവശേഷം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ ഉള്ളിൽ പറയും. അതെല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. ഈ സംയോഗവുമായി ബന്ധപ്പെട്ട് സംഭവ കാരണമായി രണ്ടു പേർക്കും കുളി നിർബന്ധമാകുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഇവിടെ മറ്റൊരു സംശയം ഇപ്പം പറയാം. അപൂർണ സംഭോഗമാണ് എങ്കിലും അഥവാ രതിമൂർച്ചക്കും സ്ഖലനത്തിനു മുമ്പ് അവസാനിച്ചിട്ടുണ്ട് എങ്കിലും കുളി നിർബന്ധം തന്നെയാണ്. അതായത് ലിംഗത്തിന്റെ ആ തലപ്പ് ഭാഗം യോനിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമാകും എന്നതാണ് നിയമം. രതിമൂർച്ചയോ സ്ഖലനമോ ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സഹോദരന്റെ ഒരു സംശയം ഇവിടെ ഞങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സഹോദരൻ സുഖമില്ലാതെ കിടക്കുന്നു. ഭാര്യക്ക് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടാവുകയും ഭാര്യ കിടപ്പിലായ അത് ഭർത്താവിന് കാല് മുറിഞ്ഞു കിടക്കുകയായിരുന്നു. ഭാര്യക്ക് ബന്ധപ്പെടാൻ തോന്നിയപ്പോൾ ബന്ധപ്പെടുകയും അവിടെ സംശയം, ഭർത്താവിന് രതിമൂർച്ചയോ സ്ഖലനമോ ഒന്നും ഉണ്ടാവില്ല. ഭാര്യ ഭർത്താവിനെ ബന്ധപ്പെട്ടു. അപ്പൊ അതായത് ഭർത്താവ് ചോദിക്കുകയാണ്, ഞാൻ കുളിക്കൽ നിർബന്ധമുണ്ടോ? പണ്ടേ മദ്രസയിൽ പഠിച്ചു വരുന്ന ഒരു സംഗതിയാണ് എന്ത്, അഷ്പ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാകുന്നു. അപ്പൊ അത് ഇവിടെ ഓർമ്മപ്പെടുത്താണ്. പോയാലും പോയിട്ടില്ലെങ്കിലും മൂർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും കുളി ഉള്ളിലേക്ക് ചെന്നാൽ കുളി നിർബന്ധമായി. അതാണ് ഇവിടെ പറയുന്നത്. ലിംഗ അഗ്രഹം യോനിയിലേക്ക് പ്രവേശിച്ചാൽ തന്നെ കുളി നിർബന്ധമായി. പിന്നെ അവിടെ പോയില്ലേ എന്നുള്ളൊരു സംശയം ഒരു ഇതില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നതായിട്ട് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിംഗവും യോനിയും ചേർന്നാൽ കുളി നിർബന്ധമാണ്. ബുഖാരിയിൽ നോക്കിയാൽ കാണാം, ഹഷ്ഫ അതായത് ലിംഗ അഗ്രഭാഗം യോനിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് ഹദീസിന്റെ വിവക്ഷയെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സംഭോഗം കാരണമായി കുളി നിർബന്ധമാകുമെങ്കിലും ഉടൻ തന്നെ കുളിക്കണമെന്ന് നിർബന്ധമില്ല. നിസ്കാരം, ഖുർആൻ പാരായണം പോലെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ കുളിച്ചേ പറ്റും. അതിന് കുളി നിർബന്ധം. അതിന് എന്തെങ്കിലും കുളിച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ കുളിയുടെ മുമ്പ് ഖുർആൻ ഓതുക, നിസ്കാരം അങ്ങനത്തെ ഒന്നും പറ്റില്ല, നിഷിദ്ധമാണ്. പിന്നെ ഈ ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് വീണ്ടും നമുക്കൊന്ന് ബന്ധപ്പെടണം, ഒരു സംയോഗം ചെയ്യണം എന്ന് നമുക്ക് തോന്നിയാൽ അത് അനുവദീയമാണ്. ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടു, പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ബന്ധപ്പെടണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണ്ട, അപ്പം കുളിച്ചിട്ട് വീണ്ടും ബന്ധപ്പെടണമെന്നില്ല. വീണ്ടും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ അതായത് ഒന്നിലേറെ തവണ ബന്ധപ്പെടാൻ തോന്നുമ്പോൾ അവസാനം ഒരു കുളി മതിയാവും. അവസാനം കുളി 2-3 നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം 2-3 ബന്ധപ്പെടൽ കഴിഞ്ഞിട്ട് അവസാനം കുളിച്ചാൽ മതി എന്നർത്ഥം. അപ്പോ കുളിയുടെ മുമ്പ് രണ്ടാമതും ബന്ധപ്പെടാൻ ഉദ്ദേശിച്ചാൽ ലിംഗവും യോനിയും കഴുകി വൃത്തിയാക്കലും വുളൂ ചെയ്യലും സുന്നത്താണ്. അപ്രകാരം തന്നെ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷിക്കുക, കുടിക്കുക, ദിക്ർ ചൊല്ലുക തുടങ്ങിയ ഉദ്ദേശിച്ചാലും ലൈംഗിക അവയവം വൃത്തിയാക്കലും വുളൂ ചെയ്യലും സുന്നത്താണ്. ലൈംഗിക അവയവം കഴുകിയാൽ തന്നെ അടിസ്ഥാന സുന്നത്ത് ലഭിക്കുമെങ്കിലും പൂർണ്ണത ലഭിക്കാൻ വുളൂ കൂടി ചെയ്യലാണ്. ഇവിടെ പല സ്ത്രീകളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, ഇങ്ങനെ ശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ ദിവസം ചൊല്ലി വരാറുള്ള ഹദ്ദാദ് റാത്തീബ് മറ്റ് അദ്കാറുകളൊക്കെ ചൊല്ലാൻ പറ്റുമോ? പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്, ശുദ്ധിയില്ലാത്ത സമയം ഹദ്ദാദ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലാം. വൽ ഖുർആനില്ലേ, ആയത്തുൽ കുർസിയില്ലേ, നിങ്ങൾ സംശയം ഉണ്ടാവും. ദിക്റായിക്കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാം. അപ്പൊ ദിവസം ഹദ്ദാദ് ചൊല്ലുന്നവരുണ്ട്, ശുദ്ധിയില്ലാത്തതുകൊണ്ട് മുടങ്ങി നിൽക്കേണ്ട, ദിക്റായിക്കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും. അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് കാണാം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമതും ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വുളൂ ചെയ്യണം. മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ ഉറങ്ങാനോ തിന്നാനോ ഉദ്ദേശിക്കുമ്പോൾ വുളൂ ചെയ്യാറുണ്ടായിരുന്നു. മുസ്ലിം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ ഉറങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ
അവിടുന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിംഗം കഴുകി വൃത്തിയാക്കി വുളൂ ചെയ്തതിനു ശേഷം ഉറങ്ങുക. ബുഖാരി, മുസ്ലിം. പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ PM മാത്തു എതിരായിട്ട് കാണാം. സംയോഗത്തിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗിക അവയവങ്ങൾ ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ കുഴപ്പമെന്താണ്? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. വൃത്തിയാക്കിയാലോ ആരോഗ്യ രക്ഷക്ക് അത് വളരെയധികം ഗുണകരമാണ്. കുടുംബജീവിതം എന്നൊരു പുസ്തകത്തിലാണ് ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. PM മാത്യു പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ കുളിയുടെ മുമ്പ് മുടി, നഖം, രക്തം തുടങ്ങിയ നീക്കം ചെയ്യൽ സുന്നത്തിന് വിരുദ്ധമാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, വലിയ ശുദ്ധി ഉണ്ടാകുമ്പോൾ പിന്നെ മുടി വെട്ടാൻ പ്രശ്നമുണ്ടോ, മുഖം മുറിക്കുന്നതിന് പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ. അപ്പോ എന്താണ്? കുളിയുടെ മുമ്പ് മുടി, നഖം, രക്തം തുടങ്ങിയവ നീക്കം ചെയ്യൽ സുന്നത്തിന് വിരുദ്ധമാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എഴുതിയതായിട്ട് കാണാം. വലിയ അശുദ്ധി ഉള്ളവനും രക്തം നിന്നതിന് ശേഷം ആർത്തവകാരിയും പ്രസവരക്തം പുറപ്പെട്ടവളും ഉറങ്ങാനും തിന്നാനൊക്കെ കുടിക്കുമ്പോൾ ലൈംഗിക അവയവം കഴുകലും വുളൂ ചെയ്യലും സുന്നത്താണ്. വുളൂ ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യൽ കറാഹത്താണ്. കുടിഞ്ഞി ശ്രദ്ധിക്കുക കേട്ടോ. കുളിയുടെ മുമ്പ് മുടി, നഖം, രക്തം തുടങ്ങിയവ നീക്കം ചെയ്യാതിരിക്കേണ്ടതാണ്. അപ്പൊ കുളിക്കുന്നതിന് മുമ്പ് നീക്കിയാൽ അവ അശുദ്ധിയോടെ നാളെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് കാണാം ഫത്ഹുൽ മുഈനിൽ. അപ്പൊ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് എന്താ പറയാ, ഇതൊക്കെ നീക്കം ചെയ്താൽ ഈ അശുദ്ധിയോടെ പരലോകത്ത് നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ച് ലെങ്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അപ്പോ സംയോഗം ചെയ്താൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, അപ്പം തന്നെ കുളിക്കുക. എപ്പോഴും പെട്ടെന്ന് കുളിക്കലാണ് നല്ലത്. ഇനി കുളിക്കാതെ ഒരാൾ ഉറങ്ങിപ്പോയി, അല്ല കുളിക്കാതെ ഒരാൾ കൊണ്ട് ബന്ധപ്പെട്ട് പോയി ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ താല്പര്യം ഒന്ന് പോയി കഴുകുക, ഒരു വുളൂ ചെയ്താൽ വളരെ നന്നായി. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡുമായിട്ട് ഇനി നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ മറ വേണം. കഴിഞ്ഞ എപ്പിസോഡിൽ ദർശനവും സ്പർശനവും നമ്മൾ പറഞ്ഞു. ഇനി രതിയുടെ ഇസ്ലാമിക രീതികൾ എന്നുള്ള വിഷയം ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പം എല്ലാവരും ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഇനിയും ഇതുപോലുള്ള മറ്റുള്ള അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. അപ്പം എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.